നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ദശകമാണ്. 84-ാം ദശകമായ സമന്ത പഞ്ചകയാത്ര. സൂര്യഗ്രഹണം ഉണ്ടായ ഒരവസരത്തിൽ കൃതവർമാവിനെയും അനിരുദ്ധനെയും ദ്വാരകയ്ക്ക് കാവലാക്കിയിട്ട് യാദവന്മാരും യാദവ സ്ത്രീകളുമൊക്കെ ഒന്നിച്ച് ഭഗവാൻ സമന്ത പഞ്ചകമെന്ന തീർത്ഥസ്ഥലത്തേക്ക് പോയി. ബ്രഹ്മസ്വരൂപനായ ഭഗവാന് തീർത്ഥസ്നാനം കൊണ്ട് പ്രയോജനമില്ല. പക്ഷെ അവിടെ കൂടിയവരും അല്ലാത്തവരുമായ ആളുകളുടെ പാപപരിഹാരത്തിനാണ് ഭഗവാൻ പോയത്. പാണ്ഡവ പത്നി പാഞ്ചാലിയും ഭഗവാന്റെ പത്നി രുക്മിണിയും സമന്ത പഞ്ചകത്തിൽ ഒന്നിച്ചുകൂടി. പാഞ്ചാലിക്ക് രുക്മിണിയെ ഭഗവാൻ അപഹരിച്ചതും മറ്റും പറഞ്ഞത് കേൾപ്പിച്ചു. ഭഗവാനായ കൃഷ്ണൻ പിന്നീട് സമന്ത പഞ്ചകത്തിൽ പവിത്ര സ്നാനത്തിന് വന്നു ചേർന്ന നന്ദഗോപാദികളെ അഭിവാദ്യം ചെയ്തു. ചിരകാലമായ വിരഹദുഃഖത്താൽ ചടച്ചുപോയ ഗോപസ്ത്രീകളെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ഏകാന്തതയിൽ അനുരാഗത്തോടും പ്രേമത്തോടും കൂടി അവരെ ആനന്ദിപ്പിച്ചു. വളരെ കാലമായി പിരിഞ്ഞിരിക്കുന്നത് നിമിത്തം പ്രണയകോപമേറിയ ഗോപികമാർ ഭഗവത് ദർശനത്തിൽ എല്ലാം മറന്ന് സന്തോഷിച്ചു. ശത്രുക്കളുമായി തുടരെ ഏറ്റുമുട്ടേണ്ടി വന്നതിനാൽ തനിക്ക് ഇതുവരെയും രാധയെ വന്ന് കാണാനായില്ല എന്ന് പറഞ്ഞ് പ്രേമപാരവശ്യത്തോടെ അവളെ ആശ്ലേഷിച്ചു. അവളും എല്ലാം മറന്ന് അതിൽ ലയിച്ചു. ഭഗവാൻ ഏകാന്തമായ സ്ഥലത്ത് ഗോപികമാരുമൊത്ത് ശൃംഗാരലീലകളിൽ മുഴുകി വിരഹവേദന മറന്ന് പണ്ട് ഉദ്ധവൻ നൽകിയ ആത്മോപദേശത്താൽ പരമാനന്ദവും വിരഹദുഃഖവും കലർന്ന് ജീവിച്ചു പോന്ന ഗോപവനിതമാരെ രമിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചു. നിത്യാനന്ദ നിർവൃതിയിൽ ബ്രഹ്മൈക്യം പ്രാപിച്ചവരാക്കി. പുണ്യാത്മാവും അഭീഷ്ടദായകനുമായ മഹാപ്രഭുവുമായ ഭഗവാൻ പുത്രനായിരിക്കുമ്പോൾ ശുഭകർമ്മങ്ങൾ മറ്റെന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് വസുദേവന്? എങ്കിലും വസുദേവനെ കൊണ്ട് മുനിമാർ യാഗം കഴിപ്പിച്ചു. ഏറ്റവും ഗംഭീരമായ ആ യാഗത്തിൽ പാണ്ഡവരും കൗരവന്മാരും യദുക്കളും പാഞ്ചാലന്മാരും വിദർഭന്മാരും ഗോകുലവാസികളും നന്ദഗോപാദികളും എല്ലാവരും പങ്കുകൊണ്ടു. അവരെല്ലാവരും സന്തുഷ്ടരായിത്തീർന്നു. അവർ 3 മാസം കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ രാധയുടെ അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്തു. പിന്നീട് ദ്വാരകയിലേക്ക് പോയി. അങ്ങനെയുള്ള അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 84 സമന്ത പഞ്ചകയാത്ര. ശ്ലോകം 1. ക്വചിദഥതപനോപരാഗകാലേ പുരിനിദധത് കൃതവർമ്മകാമസൂനു യദുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ക്വചിത് അഥ തപനോപരാഗ കാലേ പുരി നിദധത് കൃതവർമ്മ കാമസൂനു യദുകുല മഹിളാവൃത സുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. അർത്ഥം അഥ അനന്തരം, ക്വചിത് ഒരിക്കൽ, തപനോപരാഗകാലേ സൂര്യഗ്രഹണ സമയത്ത്, കൃതവർമ്മ കാമസൂനു കൃതവർമാവിനെയും അനിരുദ്ധനെയും പുരി ദ്വാരകയിൽ നിദധത് നിർത്തിയിട്ട് യദുകുല മഹിളാവൃത യാദവന്മാരോടും
അവരുടെ സ്ത്രീകളോടും കൂടി സുതീർത്ഥം ശോഭനതീർത്ഥമായ സമന്തപഞ്ചകാഖ്യം സമന്തപഞ്ചകമെന്ന പേരുള്ള സ്ഥലത്തെ സമുപഗത അസി പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ക്വചിത് അഥ ക്വചിത അഥ ദ എന്നുള്ള ദയിലത്തെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തപനോപരാഗകാലേ പുരി നിദഥത് ദ എന്നുള്ള ദയിലത്തെ ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൃതവർമ്മ കാമസൂനു യദുകുലമഹിളാവൃതസ്സു തീർത്ഥം സു എന്നുള്ളത് 2 സാന്നുണ്ട്. തീർത്ഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമുപഗത അസി ചേർത്തിട്ട് സമുപഗതോസി സമന്തപഞ്ചകാഖ്യം ഖ്യം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പഞ്ചക എന്നുള്ളതിൻ്റെ ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. ക്വചിതഥ തപനോപരാഗകാലേ പുരി നിദധത്കൃതവർമ്മ കാമസൂനു യദുകുലമഹിളാവൃതസ്സു തീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം. അടുത്തത് 2ാമത്തെ ശ്ലോകം. ബഹുതരജനതാഹിതായ തത്ര ത്വമപി പുനൻവിനിമജ്യ തീർത്ഥതോയം ദ്വിജഗണപരിമുക്തവിത്തരാശിഃ സമമിളഥാ കുരു പാണ്ഡവാദിമിത്രൈ. വാക്കുകളെ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ബഹുതര ജനതാ ഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളഥാ കുരു പാണ്ഡവാദി മിത്രൈ. അർത്ഥം തത്ര അവിടെ ബഹുതര ജനത വളരെയധികം ആളുകളുടെ ഹിതായ നന്മയ്ക്കായി വിനിമജ്യ സമന്തപഞ്ചകത്തിൽ കുളിച്ചിട്ട് തീർത്ഥതോയ പുണ്യജലം പുനൻ പരിശുദ്ധമാക്കി ദ്വിജഗണപരിമുക്ത വിത്തരാശി ബ്രാഹ്മണർക്ക് വളരെ ധനം ദാനം ചെയ്തവനായി കുരു പാണ്ഡവാദിമിത്രൈ കുരുക്കളോടും പാണ്ഡവന്മാരാകുന്ന ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സമ്മിളഥ ഒന്നിച്ചു ചേർന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ബഹുതര ജനതാ ഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്വിജഗണ പരിമുക്ത വിത്തരാശി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സമമിളഥ 1 സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ഥ നീട്ടിയിട്ട് വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കുരു പാണ്ഡവാദിമിത്രൈ അവിടെ വിസർഗം ഉണ്ട് എന്നുള്ളത് ണ ഡ എന്നാണ്. ഒട്ടും ഉറപ്പിക്കേണ്ട, മൃദുവായിട്ട് പറയാനുള്ളതാണ്. ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജഗണ പരിമുക്ത വിത്തരാശി സമമിളഥാ കുരു പാണ്ഡവാദിമിത്രൈ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.